മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം സുരക്ഷിതവും വ്യവസ്ഥാപിതവുമൊക്കെ ആക്കാനായിട്ട് UAE എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി ദുബായ്ക്ക് പിന്നാലെ അബുദാബിയും വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഭാഗമായി വളർത്തുമൃഗങ്ങളെ കൂടെ കൂട്ടുന്നവർക്ക് ഉത്തരവാദിത്തപരമായ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുകയാണ് ഈ നിയമത്തിന്റെ കാതൽ. മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പൊതുജനാരോഗ്യം, പരിസ്ഥിതി ശുചിത്വം എന്നിവ മുൻനിർത്തിയാണ് ഫെബ്രുവരി 3 മുതൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. പ്രവാസികളും സ്വദേശികളും ഒരുപോലെ ഈ നിയമങ്ങൾ പാലിക്കണം. വീട്ടിൽ മൃഗങ്ങളെ വളർത്താൻ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ കാണില്ല. അവരെ പരിചരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ UAE പോലുള്ള രാജ്യങ്ങളിൽ മൃഗങ്ങളെ വീട്ടിൽ വളർത്തുന്നതിന് ചില നിയമങ്ങൾ കൂടി പാലിച്ചു പോരേണ്ടതുണ്ട്. ദുബായിൽ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അബുദാബിയും വളർത്തുമൃഗങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ കർശനമാക്കുകയാണ്. പ്രത്യേകിച്ചും വീടുകളിൽ പൂച്ചയെയും പട്ടിയെയും വളർത്തുന്നവർ ഈ നിയമം അറിഞ്ഞിരിക്കണം. ഫെബ്രുവരി 3 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ എത്തുന്നത്. അബുദാബിയിൽ വീടുകളിൽ പട്ടിയെയും പൂച്ചയെയും വളർത്തുന്നവർ നിർബന്ധമായും അവയെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അബുദാബി ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇത് സംബന്ധിച്ച പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ നിയമം ലംഘിക്കുന്നവർക്ക് 1000 ദിർഹം വരെ പിഴ ഈടാക്കാനാണ് നിലവിലെ തീരുമാനം. പുതിയ നിയമത്തിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ വളർത്തുമൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും അവരെ ആളുകൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നതും ഉപേക്ഷിക്കുന്നതും തടയുകയും ഒക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതിനായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ വീട്ടില് വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും രോഗമൊക്കെ വരുമ്പോഴോ പലരും ഇവയെ തെരുവിൽ ഉപേക്ഷിക്കാറുണ്ട്. നമ്മുടെ റോഡുകളിൽ ഒരു സ്ഥിരം കാഴ്ച കൂടിയാണിത്. പക്ഷെ ഈ മൃഗങ്ങളുടെ കാര്യം എന്ത് കഷ്ടമാണെന്നറിയോ? ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റിലേക്ക് എറിയപ്പെടുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല. സ്ട്രീറ്റിൽ വളരുന്ന മറ്റു മൃഗങ്ങൾ ഇവരെ മൃഗീയമായി ആക്രമിക്കുകയും കടിക്കുകയും ഒക്കെ കാണാം. അപ്പം ഇത്തരത്തിലൊക്കെ സംഭവിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അനിവാര്യമാണ്. എന്തായാലും UAE കൊണ്ടുവന്ന ഈ നിയമത്തിൽ വളർത്തുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രജിസ്ട്രേഷൻ ഒരു സമയവും പറയുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. വ്യക്തിഗത ഉടമകൾക്ക് വളർത്തുമൃഗങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ 1 വർഷം സമയം നൽകുന്നുണ്ട്. എന്നാൽ പെറ്റ് ഷോപ്പുകൾ, ഷെൽട്ടറുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 6 മാസമാണ് അനുവദിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ രജിസ്ട്രേഷൻ നിലവിൽ സൗജന്യമാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ UAE പാസ് ഉപയോഗിച്ച് ടാം പോർട്ടൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പെറ്റിന് മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനായി അംഗീകൃത വെറ്ററിനറി ക്ലിനിക് സന്ദർശിക്കണം. ക്ലിനിക്കിലെ പരിശോധനകൾ പൂർത്തിയായാൽ വിവരങ്ങൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യണം. ശേഷം കൺഫർമേഷൻ ലഭിക്കും. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാൽ നിങ്ങളുടെ വളർത്തുമൃഗത്തിന് യുണീക് ടാഗ് ലഭിക്കും. രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതോടെ മന്ത്രാലയം ഓരോ മൃഗത്തിനും ഒരു യുണീക് ടാഗ് നൽകും. ഇത് നിർബന്ധമായും നിങ്ങളുടെ മൃഗത്തിന്റെ കോളറിൽ ഇടണം. ഇത് നിങ്ങളുടെ മൃഗത്തെ കാണാതെ പോയാൽ കണ്ടെത്താൻ സഹായിക്കും. കൂടാതെ നിങ്ങൾ ഇവയെ ഉപേക്ഷിച്ചാലും അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. സർക്കാരിന്റെ ഈ പുതിയ നടപടി വളർത്തുമൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും അവയുടെ സുരക്ഷ ഉറപ്പാക്കാനും വലിയ പങ്ക് വഹിക്കും. രജിസ്ട്രേഷൻ സൗജന്യമാണെന്നുള്ളത് ഉടമകൾക്ക് വലിയ ആശ്വാസമാണ്. ഇത് വെറുമൊരു നിയമം മാത്രമല്ല, മറിച്ച് മിണ്ടാപ്രാണികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യം കൂടിയാണ്. കൃത്യമായ മൈക്രോ ചിപ്പിങ്ങും ടാഗിങ്ങും വഴി കാണാതെ പോകുന്ന മൃഗങ്ങളെ വേഗത്തിൽ കണ്ടെത്താൻ ഉടമകൾക്ക് സാധിക്കും. നിയമങ്ങൾ കൃത്യമായി പാലിച്ച് പിഴകൾ ഒഴിവാക്കുന്നതിനൊപ്പം നഗരത്തിന്റെ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ ഓരോ ഉടമയും സഹകരിക്കേണ്ടതുണ്ട്. മൃഗസ്നേഹം എന്നത് അവയെ സുരക്ഷിതമായി വളർത്തുന്നതിലൂടെയാണ് പൂർണ്ണമാകുന്നത്.